തന്നെ പണിത വഴിയ കാലിൽ തറച്ച മുറിവ് നെഞ്ചിലെരിഞ്ഞ കനവ് നീ കേട്ടത് ശരിയാ. ഫ്രാങ്ക്ലിൻ മാമ നമുക്ക് ഒരു ടൂർ ബൈക്ക് ട്രിപ്പ് പോയാലോ? പിന്നെന്താ ഷിൻജാനെ, നമുക്കൊരു ട്രിപ്പൊക്കെ പോവാം. വെക്കേഷനൊക്കെ അല്ലേ, എന്തായാലും ഷിൻജാനെ ഇനി പറഞ്ഞല്ലേ. എന്തായാലും നമുക്ക് ട്രിപ്പൊക്കെ പോവാം ഷിൻജാനെ. പക്ഷെ ഏതോ സ്ഥലത്ത് പോവാ ഷിൻജാനെ? നമുക്ക് മോട്ടു പട്ടുലുവിനോട് ചോദിച്ചാലോ? മോട്ടു പാട്ടിലോക്ക് കുറെ സ്ഥലം അറിയാം. മോട്ടു പട്ടിലൂടെയോ? മോട്ടു പട്ടിലൊക്കെ ഭയങ്കര തിരക്കിലൊക്കെ ആയിരിക്കും. എന്തായാലും ഇനി പറഞ്ഞല്ലേ. അപ്പോൾ ഗൈസ് നമ്മളെ ഷിൻജാനും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വന്നായിരുന്നു ഗൈസ്. ഗൈസ് നമ്മളെന്തായാലും കുളിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കുളിക്കുന്നതാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഈ ഷിൻജാൻ പറഞ്ഞ പോലെ ഒരു ട്രിപ്പ് പോകണം ഗൈസ്. കുറേ നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ ഗൈസ് എന്തായാലും ഗൈസ് എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഡ്രസ്സ് ഷിൻജാന് ഏത് ഡ്രസ്സാണ് ഷിൻജാൻ ഇടേണ്ടത്? അല്ല വേണ്ട, ഞാൻ ഇങ്ങൊന്ന് പോയേ. അപ്പോൾ ഗൈസ് നമുക്കെന്നാ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഒരു ബ്ലാക്ക് ഇത് മതി ഗൈസ്, ഇത് മതി. ട്രിപ്പൊക്കെ പോകുമ്പോൾ അടിച്ച് പൊളിക്കണം കേട്ടോ ഷിൻജാന്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഗൈസ് ഒരു ട്രിപ്പ് ഷിൻജാൻ്റെ ഒരു ആഗ്രഹമല്ല, ആദ്യമായിട്ട് പോകുന്നതല്ലേ ഗൈസ്. നമ്മളെ വീട്ടിൽ വന്നിട്ട് വന്നതല്ലേ. അപ്പം എന്തായാലും നമ്മൾ കൊണ്ടായിട്ടില്ലെങ്കിൽ ഷിൻജാന് വിഷമാവില്ല ഗൈസ്. എന്തായാലും ഗൈസ് നമ്മളെന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എടാ ഷിൻജാനെ വെയിറ്റ് ചെയ്യും, ഞാൻ ബാഗ് എടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ബാഗ് എടുത്തിട്ടുണ്ട്. ഓക്കെ ഷിൻജാനെ വേഗം വാ. ഫ്രാങ്ക്ലിൻ മാമ വേഗം വണ്ടി എടുക്ക്. അപ്പോൾ ഗൈസ് ഈ ഷിൻജാൻ എന്താണ് ഫുള്ള് തിരക്കാക്കലാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമ്മൾ ഈ പുതിയ വണ്ടി കിണ്ണങ്ങാച്ച് വണ്ടി അങ്ങനെ ഉണ്ടെന്ന് പറട്ടാ. ഷിൻജാനെ വേഗം ചാടി കയറിയേ. എനിക്ക് നല്ല പിന്നെ ആദ്യത്തെ ട്രിപ്പായതുകൊണ്ട് ഇവിടെ വന്നിട്ട് ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഷിൻജാൻ്റെ ആദ്യത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇത്. എന്തായാലും ഗൈസ് നമുക്ക് നേരെ പോവാം ഗൈസ്. നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഗൈസ് നമ്മൾ മോട്ടു മാമൻ്റെ വീട്ടിലെത്തിയിട്ടാണ് ഗൈസ്. നമ്മൾ ആ മോട്ടു മാമൻ പുറത്ത് നിൽക്കുന്നതാണ് ഗൈസ്. നമ്മളെന്തായാലും ചോദിച്ചിട്ടുണ്ട് ഗൈസ്. മോട്ടു മാമൻ പറഞ്ഞ നമ്മളെ പുതിയൊരു സിറ്റിയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ദുബായും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ട്രെയിനിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നമ്മളെ പുതിയ സിറ്റിയിലോട്ടൊക്കെ പോകാം ഗൈസ്. പുതിയ സിറ്റി നമുക്ക് കാണുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് മസ്റ്റാണ്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ ട്രെയിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ട്രെയിനുള്ളതുകൊണ്ട് കുറച്ച് നേരം കാത്ത് നിൽക്കാം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മളെ ട്രെയിൻ വന്ന് ഓടിക്കയറി. ഷിൻജാനെ വേഗം ഓട് ഷിൻജാനെ. ഇത് നോക്കി തിരിയുന്ന ഗൈസ് നമുക്ക് എന്തായാലും നേരെ ട്രെയിനിലോട്ടേക്ക് കയറാം ഗൈസ്. ഓക്കെ, ഇപ്പുറത്തെ വഴി കൂടി നമ്മൾ അപ്പുറത്തെ വഴി കൂടി നിന്നേ ഗൈസ്. നമ്മളെന്തായാലും ട്രെയിനും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമ്മളിതാ ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഷിൻജാനെ എങ്ങനെയുണ്ട് ട്രെയിന്? ഫ്രാങ്ക്ലിൻ അടിപൊളിയല്ലേ, പൊളിച്ചില്ലേ വണ്ടി. ഗൈസ് നമ്മളെ വണ്ടി ട്രെയിൻ യാത്രയാണ് ഗൈസ്. എന്തായാലും അവിടെ എത്തുമ്പോൾ രാത്രിയൊക്കെയാവും ഗൈസ്. എന്തായാലും നമ്മളെ ഈ ട്രെയിൻ ഇഷ്ടപ്പെട്ടൊരു നല്ലോണം ഒരു കിടുക്കാച്ചി കമൻറ്റ് ചെയ്യട്ടാ ഗൈസ്. ഇങ്ങനത്തെ ഒരു ട്രെയിനാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവരും അപ്പോൾ ഗൈസ് എന്തായാലും ഗൈസ് നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും വണ്ടിയും കൊണ്ട് വേഗം പോവാണ്. ഓക്കെ ഗൈസ് എന്തായാലും നമ്മളെ വണ്ടി നല്ലോണം വിടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി അവിടെ എത്തുമ്പോഴത്തേ രാത്രിയൊക്കെ ആവും ഗൈസ്. നമ്മളെന്തായാലും ജനാല വഴി പുറത്തോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. രാത്രിയായിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. രാത്രി ആയിട്ടുണ്ട്. സൂര്യൻ ഇത് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ ഈ സ്റ്റോപ്പിലാണ് ഗൈസ് ഇറങ്ങേണ്ടത്. ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടാണ് ഈ സിറ്റിയിൽ ഏതോ ഒരു ഭാഗത്ത് നമ്മുടെ ഇത് ഷോപ്പിങ്ങിൻ്റെ ഇത് സ്ഥലമുണ്ട് എന്നാ പറഞ്ഞ്. ഏതേലും നമ്മുടെ റെൻറ്റിന് വണ്ടി എടുക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. റോഡിനാണ് എടുക്കുക, എന്തായാലും സ്റ്റോപ്പ് ചെയ്യുക. അവിടെ കുറച്ച് ഉൾപ്രദേശങ്ങളിലായിരിക്കും സ്റ്റോപ്പ് ചെയ്യുക. കുറച്ചും കൂടി ഉള്ളിൽ കയറുന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി എത്തി.
സ്റ്റോപ്പ് ചെയ്ത് ഗൈസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഷിൻജാനെ ട്രെയിൻ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയും ഇല്ല. അടിപൊളിയെന്നാ, അതത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഷിൻജാൻ ഗൈസ് ട്രെയിൻ യാത്ര ആദ്യമായിട്ടാണ്. എന്തായാലും ഗൈസ് 10 വയസ്സായിക്കുള്ളൂ ഗൈസ് ഷിൻജാന്. നമുക്ക് 25 വയസ്സായി, പാവം ഷിൻജാൻ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അപ്പുറത്തെ ഭാഗത്താണ് ഉള്ളതെന്ന് എൻ്റെ ആൾ വിളിച്ച് പറഞ്ഞു. എന്തായാലും ഗൈസ് റെൻറ്റിന് ഈ ഭാഗത്തായിട്ടുണ്ടോ എന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഷിൻജാനെ വേഗം പാടും, വണ്ടി ഇടിക്കൂ, ഓടിവാ. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും മാനേജർ ഇതാ ചേട്ടാ, ഒരു വണ്ടി, ആ വണ്ടി മതി, ആ പച്ച വണ്ടി. അതിന് എത്ര രൂപയാവും? 400 രൂപയാ? 400 രൂപ മതിയാ? എന്നാൽ ഗൈസ് $400 ഗൈസ് പറഞ്ഞേ. $400 10 ദിവസത്തേക്ക്. എന്തായാലും റെൻറ്റിന് എടുത്തില്ലേ ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോവാം. നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെ ഉറങ്ങാണ്. എന്നിട്ട് പിറ്റേത്തെ ദിവസം ഗൈസ് നമുക്ക് എന്തെങ്കിലും അടിച്ചു പൊളിക്കാൻ കുഴപ്പമില്ല. എന്തായാലും ഗൈസ് ഈ പള്ളീൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഉറങ്ങാം. ഗൈസ് നമ്മളെന്തായാലും രാവിലെ എണീച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ് നമ്മൾ പോയി ഉറങ്ങട്ടെ. അപ്പോൾ ഗൈസ് അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. ഷിൻജാന് ഫുള്ള് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഒരു ബീച്ചിലോട്ടേക്ക് പോകുന്നതാണ് ഗൈസ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നേരെ ബീച്ചിലോട്ടേക്ക് നേരെ പോകട്ടാ. ഗൈസ് അതിന് മുന്നേ തന്നെ എല്ലാവരും തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നല്ലേ. എന്തായാലും ഷിൻജാനൊന്ന് വേഗം കയറടോ. എന്ത് നോക്കി ഇത്തിരിക്കുന്ന ഇത്രയും കഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്രയും വലിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ കളിക്കുന്ന മോശമല്ലേ ഗൈസ്. ഗൈസ് നമ്മളെ വണ്ടി എന്തായാലും എടുത്തിട്ട് നമുക്ക് നേരെ ഇവിടെയോട്ടേക്ക് പോവാം. എന്തായാലും ഗൈസ് നമ്മളെ ഷിൻജാൻ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ കമൻറ്റ് കാച്ചി കൊടുക്കുക ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും നേരെ വണ്ടി അങ്ങ് വളച്ച് തിരിച്ചങ്ങ് പോകേണ്ടത്. അപ്പോൾ ഗൈസ് നമുക്ക് അപ്പുറത്ത് കൂടെ പോവാം. ഗൈസ് ബീച്ച് സൈഡ് അതിൽ കൂടിയാണ് വരുന്നത്. റോങ് വേ പോയി ഗൈസ്. ഇവിടെ പോയ റോങ് വേ കൂടെയൊക്കെ വണ്ടി പോയി. ഇവിടെ ഭയങ്കര പിടിയാണ്. ഡോളർ ദുബായിലാണ് ഗൈസ് നമ്മളുള്ള. റിയാലിയാ അന്നേ അങ്ങനെ ആയിട്ടാണ് ഇവിടുത്തെ പൈസ. ഗൈസ് നമുക്ക് എന്തായാലും നേരെ ദുബായിന്ന് ഗൈസ് നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ച് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഷിൻജാനെ ഇതാണ് ഗൈസ് നമ്മളെ കിടുക്കാച്ചി ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മളെ ഷിൻജാനും ഞാനും ഗൈസ് നമ്മളെ ഇവിടെ ബീച്ച് സൈഡിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ ഷിൻജാനും എന്നെ ഇഷ്ടപ്പെട്ട ഗൈസ് നമ്മളെല്ലാവരും തന്നെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, അടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ട് വേണോ വേണ്ടിയോന്ന്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടാൻ പോകുന്നുള്ളൂ. ഒരാൾക്കാരാണെങ്കിൽ ഒരാൾക്കാർ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നേരെ പോവാം ഗൈസ്. അടുത്ത വീഡിയോ കാണാം. വഴിയ കാലിൽ തറച്ച മുറിവ് നെഞ്ചിലെറിഞ്ഞ കനവ് നീ കേട്ടത് ശരിയാ.